വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി സേതുമാധവൻ. നാളെ എന്നത് ഭാവിയാകുന്നു. അതൊരു പ്രതീക്ഷ കൂടിയാകുന്നു. നാളെ ഞാൻ ആരാകും എന്നതാണ് ശൈശവത്തിലെ ചോദ്യം. വളരും തോറും പ്രതീക്ഷ കൂടിക്കൂടി വരുന്നു. ഇതിനിടയിൽ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. എല്ലാ പ്രതീക്ഷകളും പൂവണിയുന്നില്ല. എങ്കിലും ചിലത് ഫലമുള്ളതായിത്തീരുന്നു. ജീവിതം അങ്ങനെയാണ്. ചിലത് കരിയുമ്പോൾ ചിലത് തളിർക്കുന്നു. സുഖദുഃഖങ്ങളുടെ ത്രാസ് എപ്പോൾ താഴുമെന്നോ ഉയരുമെന്നോ ആർക്കും പറയാനാവില്ല. ഭാവി പ്രദാനം ചെയ്യുന്നത് സുഖമായാലും ദുഃഖമായാലും സ്വീകരിക്കുക. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതു ദുഃഖത്തെയും സുഖമാക്കി മാറ്റുവാൻ ശ്രമിക്കുക. ഇതിനുള്ള മനസ്സുണ്ടെങ്കിൽ വേദനകളുടെ തീവ്രത ലഘൂകരിക്കാനാകും. മനോധൈര്യവും നിശ്ചയദാർഢ്യവും വിശ്വാസവും ഇതിന് അത്യന്താപേക്ഷിതമാകുന്നു. ജീവിതത്തിൽ വിപരീതങ്ങളുടെ ഘോഷയാത്ര തന്നെ ഉണ്ടാകും. വേണ്ടപ്പെട്ടവർ പിരിഞ്ഞു പോകാം. മാതാപിതാക്കൾ പരലോകം പ്രാപിച്ചേക്കാം. ആറ്റുനോറ്റു വളർത്തിയ മക്കൾ മാതാപിതാക്കളെ സംരക്ഷിച്ചില്ലെന്നു വരാം. നാം ചെയ്ത സഹായങ്ങൾ തിരിച്ചടിയായി തീർന്നേക്കാം. നമ്മുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ഇത്തരം സന്ദർഭങ്ങൾ വിലാപത്തിനുള്ളതല്ല. വേദനിക്കുന്നതും കണ്ണീരണിഞ്ഞു പോകുന്നതും സ്വാഭാവികമാണ്. ഇത് താത്കാലികമാണ് എന്നറിയണം. അതിനപ്പുറം വേദനയുടെ തീക്കനലേറ്റ് വെന്തുരുകിപ്പോകരുത്. ദുഃഖത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക, ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഒരു കവിത ഓർമ്മയിലെത്തുന്നു. അങ്ങേ വീട്ടിലേക്ക് എന്നാണ് കവിതയുടെ പേര്. മകളെ പണക്കാരനായ ഒരുവന് വിവാഹം കഴിച്ചു കൊടുത്ത പിതാവിൻ്റെ അനുഭവമാണ് ഈ കവിത. മകളുടെ ഭർതൃവീട്ടുകാർക്ക് പിതാവ് മകളെ കാണാൻ വരുന്നതിൽ അതൃപ്തിയുണ്ടായിരുന്നു. അവരത് നേരത്തെ പ്രകടിപ്പിച്ചിരുന്നതുമാണ്. അതുകൊണ്ട് പിതാവ് മകളെ കാണാൻ ആ വീട്ടിലേക്ക് പോയിരുന്നില്ല. കാലം കടന്നുപോയി. പിതാവിന് ഏറെ വയസ്സായി. മകളെ ഒന്ന് കാണാൻ അയാൾ കൊതിച്ചു. മകളെ കാണാൻ പോയി അപമാനിതനാകേണ്ടെന്ന് മനസ്സ് പറയും. മനസ്സ് വിറ്റ പയ്യനെപ്പോലെ അമറി പിന്നാക്കം വലിഞ്ഞുകൊണ്ടിരുന്നിട്ടും ഒരു ദിവസം വൃദ്ധ പിതാവ് മകളെ കാണാൻ പുറപ്പെട്ടു. അയാൾ പടിപ്പുര കടന്ന് വീട്ടുമുറ്റത്തെത്തി. മകളും ഭർത്താവും അയാളുടെ ചില സ്നേഹിതരും ആ മണിമന്ദിരത്തിൻ്റെ പൂമുഖത്തിരുന്ന് വർത്തമാനം പറയുകയാണ്. മകളുടെ ഭർത്താവ് അമ്പരന്നു. മകൾ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. ആ നോട്ടം പാദങ്ങളിൽ തങ്ങി നിന്നു. രണ്ടുപേരിലും കണ്ട അപരിചിതത്വം സ്നേഹിതരെ കൊണ്ട് ആരാണ്, എന്തിനാണ് വന്നത് എന്ന് ചോദിക്കാൻ പ്രേരിപ്പിച്ചു. ഇയാൾക്ക് എന്തെങ്കിലും കൊടുത്തുവിടൂ എന്ന് മകളുടെ ഭർത്താവ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പിതാവ് സൗമ്യനായി പറഞ്ഞു, വയസ്സായില്ലേ, വഴി തെറ്റിപ്പോയി, അങ്ങേ വീട്ടിൽ കയറേണ്ടതായിരുന്നു. വല്ലാത്തൊരു ജീവിത പ്രതിസന്ധി. ആരും പതറിപ്പോകുന്ന സന്ദർഭം. കരച്ചിലിനും ശാപവാക്കുകൾക്കും വഴക്കുകൾക്കും രംഗം കൈയടക്കാമായിരുന്നിട്ടും എത്ര പക്വമതിയായിട്ടാണ് പിതാവ് പ്രതികരിച്ചിരിക്കുന്നത്. തികച്ചും പ്രായോഗികമായ നിലപാടാണ് അയാൾ സ്വീകരിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ പിതാവ് വിജയിച്ചവനാകുന്നു. മകളെ കാണുക എന്ന ആഗ്രഹം അയാൾക്ക് സഫലമാക്കാനായി. അലയടിക്കുന്ന ദുഃഖസാഗരം മനസ്സിൽ ഒതുക്കി നിർത്തിയ ഈ പിതാവ് ശക്തിയുടെ പ്രതിരൂപമാകുന്നു. സുഖദുഃഖങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളാകുന്നു. ഈ സുഹൃത്തുക്കളെ പുഞ്ചിരിയോടെ സ്വീകരിക്കുക. അവരുമായി സമരസപ്പെട്ടുകൊണ്ട് മുന്നോട്ടു പോവുക. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സി സേതുമാധവൻ.